നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മളെ നിഫ്റ്റി അതിൻ്റെ ഒരു 2 മന്ത് ഹൈയിലാണ് ഉണ്ടായിരുന്നത്. 24,578 നമുക്ക് ക്ലോസിങ് കിട്ടിയത്. FMCG കമ്പനിയായിട്ടുള്ള നെസ്ലെ, HUL തുടങ്ങിയ കമ്പനീസും ഫിനാൻഷ്യൽ കമ്പനീസ് ആയിട്ടുള്ള ICICI ബാങ്കും ഉൾപ്പെടെയുള്ള കമ്പനീസാണ് നിഫ്റ്റിയുടെ റാലിക്ക് ചുക്കാൻ പിടിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നീട് കണ്ടത് ഈ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ ബേസ് ആയിട്ടുള്ള ന്യൂസുകളാണ്. അതായത് ഇന്നലെയായിരുന്നു സീസ് ഫയർ അവസാനിക്കേണ്ട ദിവസം. ഇന്നലെയായിരുന്നു ഇസ്ലാമാബാദ് 2ാം ഘട്ട ചർച്ചകൾ നടക്കേണ്ട ദിവസം. ചർച്ചകൾ നടന്നില്ല. ഈ അമേരിക്കൻ പ്രതിനിധിയും ഇറാൻ പ്രതിനിധിയും ഇസ്ലാമാബാദിലേക്ക് പോയിട്ടില്ല. ഇറാൻ ക്ലിയർലി പറഞ്ഞു, ത്രട്ടൺ ചെയ്ത് ചർച്ചയിൽ പങ്കെടുപ്പിക്കാമെന്ന് ട്രംപ് വിചാരിക്കേണ്ട എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ആ രീതിയിലല്ല, ത്രട്ടൻ്റെ നിഴലിൽ ഒരു ചർച്ചക്ക് തയ്യാറല്ല എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യം. അതിനുശേഷം മാർക്കറ്റ് വലിയ തോതിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് ആണ് ഇതിൻ്റെ യഥാർത്ഥ ക്ലൈമാക്സിലേക്ക് വന്നത്. ഈ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തു, അതാണ് ഇപ്പോഴുള്ള ഒരു പുതിയതായിട്ടുള്ള ന്യൂസ്. അതുകൊണ്ട് ഇടിഞ്ഞ യൂറോപ്യൻ US ഫ്യൂച്ചറുകൾ തിരികെ കയറി. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇടിഞ്ഞിരുന്നു, വീണ്ടും തിരികെ കയറിയ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇന്ന് റിസൾട്ട് ഉണ്ട്, ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട്. ഹാവൽസ് ഇന്ത്യ, L&T ടെക്നോളജി, മഹാരാഷ്ട്ര സ്കൂട്ടർ, സംഘം ഇന്ത്യ, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ടെക്കം, ട്രെൻഡ്, SBI ലൈഫ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. FIs ഇന്നലെ സെല്ലേഴ്സ് ആയിരുന്നു. 1919 കോടി രൂപക്ക് FIs ഇന്നലെ സെല്ല് നടത്തി. കൂടാതെ ഇന്ന് RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ട്. ഇനി നമ്മുടെ ഡിഫൻസ് സെക്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്. നമ്മുടെ ഡിഫൻസ് മിസ്റ്റർ രാജ്നാഥ് സിംഗ്, അദ്ദേഹം ഏകദേശം 70,000 കോടി രൂപയുടെ ഒരു ഡീല് നടത്താനായിട്ട് ജർമ്മനിയിൽ ഒരു ഡിസ്കഷൻ ഉണ്ട് എന്നുള്ള ഒരു ന്യൂസാണ് ഉള്ളത്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റുകളൊന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,739, സിൽവർ 77, ബിറ്റ്കോയിൻ 76,000, ബ്രന്റ് ഓയിൽ 98, നാച്ചുറൽ ഗ്യാസ് 2.6, ഗിഫ്റ്റ് നിഫ്റ്റി കാണാം 24,396, ചെറുതായിട്ടൊന്ന് തിരിച്ചു കയറി. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും 213, 163 പോയിൻറ്റും പ്ലസ്സിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൊറിയൻ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്നാലോ ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഡാക്സ് ജർമ്മൻ മാർക്കറ്റ്, CAC 40 ഫ്രാൻസ് മാർക്കറ്റ്, FTSE UK മാർക്കറ്റ്, ഡോ, നാസ്ഡാക്ക് എല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. US വിക്സ് കാണാം ഏറ്റവും താഴെ 5% സ്പൈക്ക് ചെയ്ത് 18ലേക്കും വന്നിരുന്നു. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്, ADR കമ്പനികളാണ്. ഇൻഫോസിസും വിപ്രോയും ICICIയും HDFC എല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. എന്നാലോ എക്സ്റ്റൻഡ് അവേഴ്സിൽ ഇതേ കമ്പനീസ് തിരികെ വന്നത് പ്ലസ്സിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. PCR 1.17 ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ബീറിഷ് ആയ അവസ്ഥയിലായിരുന്നില്ല ഇന്നലെ, നല്ലൊരു ബുള്ളിഷായ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് മാർക്കറ്റ്. നമ്മളെ ക്ലോസിങ്ങിന് ശേഷമായിരുന്നു ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം തന്നെ നെഗറ്റിവിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ പുട്ട് സൈഡ് അഡ്മണി ഉൾപ്പെടെയുള്ള ആളുകൾ അഗ്രസീവായിട്ട് പുട്ട് സെല്ലിങ് കണ്ടിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. HCL ടെക് കമ്പനി അവരുടെ നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്ന് 4,488 കോടി രൂപ, ഡിവിഡൻഡ് 24 രൂപ അവർ കരസ്ഥമാക്കി. ടാറ്റ LXC കമ്പനി ഇവരെ സംബന്ധിച്ചുള്ളൊരു നെറ്റ് പ്രോഫിറ്റ് അവർ 109 നിന്ന് 220 നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തി. ട്രെൻഡ് കമ്പനി ഇവർ ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കും. ബോണസ് ഷെയറും കമ്പനി പ്രഖ്യാപിച്ചേക്കാമെന്നുള്ള ന്യൂസ് ഉണ്ട്. പെർസിസ്റ്റൻറ്റ് സിസ്റ്റം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്നു, റവന്യൂ 8% ഉയർന്നു. കഴിഞ്ഞ 24ാമത്തെ കൺസിസ്റ്റൻ്റായിട്ട് ക്വാർട്ടറിൽ പ്രോഫിറ്റ് ഉയർന്നു പോകുന്ന കമ്പനിയാണ് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം. ഓറോബിൻഡോ ഫാർമ കമ്പനി ഇവർ ഷെയർ ബൈബാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. BML കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് 590 കോടി രൂപയുടെ ഓർഡർ ഡിഫൻസിൽ നിന്ന് ലഭിച്ചു. DLM കമ്പനി നെറ്റ് പ്രോഫിറ്റ് 24 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. 31 നിന്ന് 27% പ്രോഫിറ്റിൽ കുറവ് രേഖപ്പെടുത്തി. ട്രാൻസ്ഫോർമേഷൻസ് റെക്ടിഫയേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 94 നിന്ന് 91 ഫ്ലാറ്റ് നെറ്റ് പ്രോഫിറ്റ്. PNC ഇൻഫ്ര കമ്പനി
പുതിയൊരു ഹൈവേ പ്രൊജക്റ്റ് കമ്പനിക്ക് ലഭിച്ചു. 3483 കോടി രൂപയുടെ പ്രൊജക്റ്റ്. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 69% ഇയർ ഓൺ ഇയർ ഉയർന്നു. ഡിവിഡൻഡ് 4 രൂപ പ്രഖ്യാപിച്ചു. സൺടെക് റിയാലിറ്റി കമ്പനി 50 കോടി രൂപയിൽ നിന്ന് 63 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ ഈ നമ്മുടെ സീസ് ഫയർ ഉണ്ടായിരുന്ന സമയത്ത് സമാധാനപരമായ രീതിയിലായിരുന്നില്ല ഇരു രാജ്യങ്ങളുടെയും കമൻറ്റുകളുള്ളത്. കാരണം ഈ ഇറാനും US പറഞ്ഞിരുന്നത് ഈ ഒരു സീസ് ഫയർ കാലഘട്ടത്തിൽ അവർ പുതിയ യുദ്ധത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്ന അവസ്ഥയിലാണ്. അതായത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ഈ ഒരു. അപ്പോൾ ഈവൻ സീസ് ഫയർ ആകുന്ന ഈ ഒരു സമയത്തും US-ൻ്റെ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള ഈ ഷിപ്പുകളെല്ലാം തന്നെ ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് വരുന്നുണ്ട്. ഇറാനും അതുപോലെ തന്നെ പറയുന്നുണ്ട് പുതിയ ട്രംപ് കാർഡുകൾ അവരുടെ പക്കലുണ്ട് എന്നുള്ളതാണ്. എന്താണെന്നുള്ളത് കൃത്യമായ ധാരണയില്ല. ഇന്നലെ നടക്കേണ്ട ചർച്ചയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ട്രംപ് ഭീഷണിയുടെ ഒരു സ്വരമാണ് ഉള്ളത്. ഇത് ആദ്യം മുതലേ തന്നെ ഭീഷണിയുടെ സ്വരമാണ് ഉണ്ടായിരുന്നത്. അത് തന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ഇന്നലെയും ട്രംപ് ഒരു പ്രസ് മീറ്റല്ല ഒരു ഓൺലൈൻ പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ്, ഈ നെഗോസിയേഷനായിട്ട് ഇറാൻ പോകുന്നില്ല എങ്കിൽ ബോംബുകൾ വർഷിക്കും എന്നുള്ള ഒരു ത്രെട്ടാണുള്ളത്. ഈ ഒരു നാഗരികത തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കും എന്നുള്ള പ്രസ്താവന പറഞ്ഞതിന് ശേഷം ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ത്രെട്ടിന് യാതൊരു കുറവുമില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ന്യൂസിൻ്റെ മറവിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഇസ്ലാമാബാദിലേക്ക് പോകും GD വാൻസ് ഉൾപ്പെടെയുള്ള ആദ്യ പ്രതിനിധി സംഘം പോകുമെന്ന് അമേരിക്ക തറപ്പിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ പോയിട്ടില്ല. പുതിയ റിപ്പോർട്ടുകളനുസരിച്ച് ഈ US പ്രതിനിധി സംഘം ഈ ഇസ്ലാമാബാദിലേക്ക് പോയിട്ടില്ല. ഇറാൻ എന്നാൽ പറഞ്ഞിരുന്നത് അവർ പോകില്ല എന്ന് തന്നെയായിരുന്നു. അവർ പോയിട്ടുമില്ല. അപ്പോൾ ഈ പോകാതെ തന്നെ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്ത് എന്നുള്ളൊരു വാർത്തയാണുള്ളത്. ഇത് സമാധാനത്തിൻ്റെയാണോ അതോ ഈ യുദ്ധം കനപ്പിക്കാനായിട്ട് ഇരു രാജ്യങ്ങളും സ്ട്രെങ്തൻ ചെയ്യുകയാണോ എന്നുള്ള തലത്തിലാണ് നമ്മൾ ഇത് നോക്കി കാണേണ്ടത്. കാരണം ഇരു രാജ്യങ്ങളും പറയുന്നത് യുദ്ധത്തിന് തയ്യാറാണ്. കൂടുതൽ ത്രെട്ടൻ ഇപ്പോൾ ഇറാനും അവരുടെ സ്വരമൊക്കെ കുറച്ചൊന്ന് മാറ്റി കുറച്ചും കൂടി നെഗോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന രീതിയിലല്ല. ഇറാനും കുറച്ചും കൂടി അവരുടെ ഒരു ശക്തി വർദ്ധിച്ച രീതിയിലാണ് ഇറാൻ്റെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ. അത് റഷ്യയുടെ ഭാഗത്തുനിന്നോ മറ്റേതിലും ചൈനയുടെ ഭാഗത്തുനിന്നെല്ലാം തന്നെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. അപ്പോൾ എനിവേ യുദ്ധം നിലനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു വ്യൂവിൽ തന്നെ ട്രേഡ് ചെയ്യുക. വൈകിട്ട് കാണാം. താങ്ക് യു.